മെയിൽ ആൻഡ് ഫീമെയിൽ ബോത്ത് ആർ ഈക്വൽ, എവറിത്തിങ് ഇസ് ബാലൻസ്ഡ് ഈക്വലി. അതൊക്കെ നമ്മൾ ശരിക്കും ഈ പറഞ്ഞ പോലെ എന്താ പറയുക, എന്നെ പറ്റി എല്ലാവരും ഇഷ്ടം പോലെ വഴക്ക് പറയാറുണ്ട് ഫെമിനിസത്തെ കുറിച്ചും. അതിലൊക്കെയാണ് ഇക്വാലിറ്റി നോക്കാനുള്ളത്, ബാക്കിയൊന്നും അല്ല എന്നുള്ളത്. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ഫെമിനിസം ആൻഡ് ഓൾ? ഇതൊക്കെ മനസ്സിലാക്കണ ഒരാള് ഓൾവേസ് ഫെമിനിസ്റ്റ് ആയിരിക്കും. ഇതൊക്കെ മനസ്സിലാക്കുന്ന ഒരാള് ഫെമിനിസ്റ്റ് ആയിരിക്കും. ബിക്കോസ് ഇപ്പോൾ നേരത്തെ പറഞ്ഞതിൽ ഒരു ചെറിയ തെറ്റുണ്ട്. ഈക്വൽ ആൻഡ് ബാലൻസ്ഡ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഇല്ല. ഇറ്റ്സ് എ ഫ്ലോ. ഇപ്പോൾ നമ്മൾ ആ ഫ്ലോയിൽ നമുക്കങ്ങനെ അളക്കാൻ പറ്റില്ല. അതിങ്ങനെ പരസ്പരം കോംപ്ലിമെൻ്റ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. ഇത് ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള കാര്യമല്ല ഞാൻ പറയണേ. ഇന്റേണലി എവറി സിംഗിൾ പേഴ്സൺ ഇസ് ലൈക്ക് ദാറ്റ്. അപ്പോൾ അതിൽ വലുതും ചെറുതും ഇല്ല. ആ നിൽക്കണ അവസ്ഥയിൽ ആർക്കാണോ സ്നേഹത്താൽ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ പറ്റുക അവർക്ക് വലിയ ഉത്തരവാദിത്വം, അല്ലാത്ത ആൾ അത് റിസീവ് ചെയ്യാനുള്ള പരിപാടി. നേരെ തിരിച്ചും വരും. ഇപ്പുറത്തേക്കണ ആൾക്ക് കൊടുക്കാനുള്ള സ്നേഹം വരും, അപ്പോൾ അപ്പുറത്തിരിക്കുന്ന ആൾ റിസീവ് ചെയ്യാനുള്ള പാകത്തിൽ വരും. സോ ഇൻ ദാറ്റ് കേസ് nobody is ruling nobody, nobody is compelling nobody. അങ്ങനെ ഒരു സാധനം, ദിസ് ഇസ് പക്ക യുട്ടോപ്പിയൻ കോൺസെപ്റ്റ്. ദിസ് വോണ്ട് ബി പോസിബിൾ ഇൻ ദ റിയൽ വേൾഡ്. ബിക്കോസ് ഇതിൻ്റെ സെറ്റിംഗ് അങ്ങനെയല്ല. ഇവിടെ പവർ ഡൈനാമിക്സ് ഉണ്ട്. ആ പവർ ഡൈനാമിക്സിൽ നിന്നുകൊണ്ട് സഫർ ചെയ്യുന്ന മനുഷ്യരാണ് 19th സെഞ്ച്വറിയിൽ ഇങ്ങനെ പബ്ലിക്കിൽ ഈ ഒരു ആശയം കൊണ്ടുവന്നത്, ഫെമിനിസം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആശയം കൊണ്ടുവന്നത്. സോ അവിടെ ആ ടൈമിലൊക്കെയാണ് ഇതിങ്ങനെ എന്താ പറയുക, പബ്ലിക് സ്പേസസിൽ വോക്കലൈസ്ഡ് ആവാൻ തുടങ്ങിയത്. ബിക്കോസ് പവർ സ്ട്രക്ചർ അങ്ങനെയാണ്. മണി ഹാസ് ടു ബി അക്യുമുലേറ്റഡ് ഇൻ പർട്ടിക്കുലർ പ്ലേസസ്. സോ ദെൻ വി നീഡ് എ ഇൻഫീരിയർ വർക്ക് ഫോഴ്സ്. അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. അതായത് ഓപ്പൺ സ്പേസസിലേക്ക് എത്തിപ്പെടാൻ നമ്മൾ പ്രൊഹിബിറ്റ് ചെയ്തൊരു വർക്ക് ഫോഴ്സിനെ നിർത്തിയാലാണ് ഈ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ഒരു നിർബന്ധം ഇല്ല. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ചേച്ചി ട്രിവാൻഡ്രം കാര്യമില്ലേ, നിങ്ങളുടെ നാട്ടിൽ മെട്രിയാർക്കി ആയിരുന്നു പണ്ട്, മെട്രിലീനിയൽ കൾച്ചറായിരുന്നു, സ്ത്രീകൾക്കായിരുന്നു പവർ. പക്ഷേ ലോകത്തിൻ്റെ മറ്റ് പല ഭാഗങ്ങളിലും സ്ത്രീകൾ വേർ ദ ഇൻഫീരിയർ വർക്ക് ഫോഴ്സ്. ദേ വർ ഫോഴ്സ് ടു ബി ലൈക്ക് ദാറ്റ്. വോട്ട് ചെയ്യാൻ അവകാശം ഉണ്ടായിരുന്നില്ല, ഡ്രൈവ് ചെയ്യാൻ അവകാശം ഉണ്ടായിരുന്നില്ല, പുറത്തിറങ്ങാൻ അവകാശം ഉണ്ടായിരുന്നില്ല, മുഖം കാണിക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല. അങ്ങനെ സ്ട്രഗിൾ ചെയ്ത മനുഷ്യർ ഞങ്ങൾ നിങ്ങളെപ്പോലെ തന്നെയാണെന്ന് മുകളിലിരിക്കുന്നവരോട് പറഞ്ഞു തുടങ്ങിയപ്പോൾ ഉണ്ടായ മൂവ്മെൻറ്റാണ് ഫെമിനിസം. സോ ദാറ്റ് ഈസ്, അതെൻ്റെ രാഷ്ട്രീയമാണ്. ഞാൻ ഈ സ്ത്രീയുടെ ബോഡിയിൽ പ്രോമിനൻറ്റ് ഫെമിനിൻ എനർജി ഉള്ള ഞാൻ പറയുന്നത് അതെൻ്റെ രാഷ്ട്രീയമാണ്. ഞാൻ പബ്ലിക് സ്പേസിൽ നിൽക്കുമ്പോൾ എൻ്റെ പൊളിറ്റിക്കൽ അവയർനെസ്സാണത്. ദാറ്റ് എംപവേഴ്സ് മീ. ഞാൻ അതായതുകൊണ്ടാണ് ഞാൻ ഇത്ര ഭംഗിയായിട്ട് സംസാരിക്കുന്നത്. എന്നെപ്പോലുള്ള മനുഷ്യർ സംസാരിച്ച് ആ സ്പേസ് ഉണ്ടാക്കി വെച്ചതുകൊണ്ട് ഒരുപാട് സ്ത്രീകൾക്ക് സംസാരിക്കാൻ പറ്റും. അല്ലെങ്കിൽ അവരെ ചെറുപ്പം മുതലേ കണ്ടീഷൻ ചെയ്യണം എന്താണ്, നീ അധികം വർത്താനം പറയണ്ട, നല്ല കുട്ടിയായിട്ടിരിക്കണം, കാല് അകത്തി വെച്ചിരിക്കരുത്, കാല് അടുപ്പിച്ച് വെച്ചിരിക്കണം, രാത്രി പുറത്തിറങ്ങരുത്, തന്നെ സഞ്ചരിക്കരുത്, എപ്പോഴും ഒരാളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കണം. നോ, അവനേക്കാളും അല്ലെങ്കിൽ അവനൊപ്പം നിനക്ക് ധൈര്യമുണ്ട്. അതുപോലെ ഇപ്പം ഞാൻ പറയാം, ഫെമിനിസം ആൺകുട്ടികൾക്കും കൂടി വേണ്ടിയാണ്, അല്ലെങ്കിൽ എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ് ഞാൻ പറയുന്നതിന് ഒരു കുഞ്ഞ് എക്സാമ്പിളും കൂടെ ഞാൻ പറയാം. നമ്മളെപ്പോഴും പറയും ആണുങ്ങൾ കരയരുത്, ആണുങ്ങൾ കരയരുതെന്ന്. ഈ വീർപ്പമുട്ടലെല്ലാം കൂടെ ചുമന്നുകൊണ്ട് പോയിട്ട് എന്തിനാണ് നിങ്ങൾ ചിതയിൽ കൊടുക്കുമ്പോഴോ കുഴിച്ചിടുമ്പോഴോ അവിടെ കിടന്ന് നിങ്ങൾ നീറും. നിങ്ങൾ കരയാതെ വെച്ചിരിക്കുന്ന സാധനം മൊത്തം നിങ്ങൾ കരയണം. പെൺകുട്ടികളെ പോലെ ആൺകുട്ടികൾ കരയോന്ന് ചോദിക്കുക. അതെന്താണ്, കരഞ്ഞ എന്താ കുഴപ്പം? ആ മനുഷ്യരൊന്ന് ഫ്രീ ആയിക്കോട്ടെ. എന്തിനാണ് ഈ വീർപ്പ് മുട്ടിച്ച് മസിലും കയറ്റി ഇവന്മാരിങ്ങനെ ശ്വാസം മുട്ടിച്ചിട്ട് കൊല്ലാക്കൊല്ല ചെയ്യേണ്ടതിനാ? ആണാവാൻ പഠിപ്പിക്കുന്നില്ല, പെണ്ണാവാതിരിക്കാനാണ് പഠിപ്പിക്കുന്നത്. ഇവിടെയൊക്കെയാണ് ഈ ആശയം എന്നെ എംപവർ ചെയ്യുന്നത്. ഇത് പഠിപ്പിക്കാനുള്ള സ്ട്രെങ്ത്തും അറിവും വിവേകവും എനിക്ക് ഉണ്ടാവുന്നത് ഈ ആശയത്തിൽ ഞാൻ ഇൻഡെപ്ത് പഠിച്ചത് കൊണ്ടാണ്. അപ്പം നമുക്ക് പെൺകുട്ടിയാവാൻ ട്രെയിനിങ് തന്നില്ലേ, ആൻഡ് ചേച്ചിക്ക് തന്നില്ലേ? തീർച്ചയായിട്ടും. ആമ്പിള്ളേർക്ക് എന്താ നമ്മൾ പറഞ്ഞു കൊടുക്കുക? പൊതു തത്വം, പെൺപിള്ളേരെ പോലെ കരയരുത്, നീ എന്താ അങ്ങനെ നടക്കണം, നീ പെങ്കൊച്ചാണോ, നിനക്ക് എന്താ ധൈര്യമില്ലാത്ത, നീ പെങ്കൊച്ചാണോ? എത്ര ധൈര്യമുള്ള പെൺകുട്ടികൾക്ക് നമുക്കറിയാം. ധൈര്യമുള്ള പെൺപിള്ളേരെ നമ്മൾ എന്തോരം കണ്ടിട്ടുണ്ട്. ധൈര്യം അടച്ചു കുപ്പിക്കകത്താക്കാത്ത പക്ഷം എല്ലാ മനുഷ്യർക്കും ധൈര്യമുണ്ട്. അപ്പോൾ പെണ്ണാവാതിരിക്കാൻ പഠിപ്പിക്കലാണോ ആണാവുക എന്നുള്ളത്? അല്ല, ആണാവുക എന്നുള്ളത് വേറൊരു സാധനമാണ്. ആ എംപവർമെൻറ്റിലേക്ക് അവർ പോലും വരുന്നില്ല പ്രോപ്പറായിട്ടും. സോ ദർ ഇസ് എ ലോട്ട് ഓഫ് ഹെയ്റ്റ് എക്സിസ്റ്റിംഗ്. ആ ഹെയ്റ്റിനെ തിരിക്കുക എന്നുള്ളതും കൂടിയാണ് ഈ മൂവ്മെൻറ്റിൻ്റെ ഒരു ഉദ്ദേശം. ഐ തിങ്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്നുള്ളത്. അതെ, ഇറ്റ്സ് എ ഹ്യൂജ് ടോപ്പിക്. But it was a good one, a good definition for feminism in a proper way, without any criticisms, nothing. You have gone on ഞാൻ പറഞ്ഞതിൽ ക്രിറ്റിസിസം ഉണ്ട്. ഓൺലി തിങ് ഈസ് എൻ്റെ ഭാഷയിൽ കുറച്ച് സ്നേഹമുണ്ട്. But still, it was a good definition.
കാര്യം നമുക്കത് മനസ്സിലാക്കണം അല്ലേ, അതിൻ്റെ ഈ പറഞ്ഞ തത്വങ്ങളും അതിൻ്റെ ഫാക്ട്സും എല്ലാം മനസ്സിലാക്കിയല്ലേ നമ്മൾ സംസാരിച്ചേ. അല്ലാതെ വെറുതെ ഒരു ഫെമിനിസം എംപവർമെന്റിനെ കുറിച്ചല്ലേ സംസാരിക്കുന്നത്. ഫെമിനിസവും എംപവർമെന്റും ഇല്ല. ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയും, ഇപ്പൊ ഈ പറഞ്ഞ സാധനം തന്നെ ഞാൻ കുറച്ച് ഒച്ചയെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ആ സെൻസ് ഉണ്ട് ഒരാളോട് സംസാരിക്കുക. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പാത്രം പറഞ്ഞ് വിളമ്പുക എന്നുള്ളത്. എൻ്റെ മുന്നിലിരിക്കുന്ന മനുഷ്യർ ആരായിരുന്നാലും അവരോട് സ്നേഹത്താൽ കണക്റ്റഡ് ആയിട്ട് പറഞ്ഞു കൊടുക്കുക എന്നുള്ള ഒരു അതെനിക്ക് എക്സ്ട്രാ ബേർഡനാണ് ശരിക്കും പറഞ്ഞാൽ. സത്യം. അത് ചെയ്യാന്നുള്ളത് അത് സ്നേഹത്തിൽ ഞാനത് ചെയ്യും. എനിക്ക് സന്തോഷമുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് ആശയം എത്തിക്കുക എന്നുള്ളതാണ്. എൻ്റെ ഈഗോ അവിടെ ഞാൻ മാറ്റി വെക്കുന്നു. പക്ഷെ എല്ലാ മനുഷ്യരും അങ്ങനെ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. അവർ ചിലപ്പോൾ പറയണത് അവരുടെ ട്രോമയുടെ സ്പേസിൽ നിന്നായിരിക്കും. അവർ തളർന്നിരിക്കുകയായിരിക്കും. അങ്ങനത്തെ ഒരു മനുഷ്യൻ ചിലപ്പോൾ ഒച്ചയെടുക്കും, കുറ്റം പറയാൻ പറ്റൂല. അത്രയും സഹിച്ചിട്ടായിരിക്കും ചിലപ്പോൾ അവർ ഒച്ചയെടുക്കുന്നത്. So let them be. But I'm happy. That was a good one.